പത്തനംതിട്ട ജില്ലയിൽ ഇനി വാർദ്ധക്യകാലം ഇല്ലാതാകുന്നു. വൃദ്ധജനങ്ങൾക്ക് മാനസികമായും ശാരീരികമായും സന്തോഷം പകരുന്ന ടോക്കിംഗ് പാർലർ ജില്ലയിൽ തുടക്കമായി. ചന്ദ്രദാസ് കേശവപിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടോക്കിംഗ് പാർലർ ശ്രദ്ധേയമാവുകയാണ്. നഗരസഭാ പ്രദേശമായ വലഞ്ചുഴി വാർഡിലാണ് വാർദ്ധക്യകാലം ആനന്ദകരമാക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായത്. ക്യാൻസറിനേക്കാൾ മാരക രോഗമാണ് മറവി രോഗം. മറവി രോഗം വരാതിരിക്കാൻ ഓർമ്മ സമൃദ്ധമാക്കുകയാണ് ടോക്കിംഗ് പാർലർ. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടാണ് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, UDF സർക്കാർ ഈ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വകുപ്പിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി 2023 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി എഴുതുകയും പോരാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള റവന്യൂ വകുപ്പിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ആലപ്പുഴ സ്വദേശി ചന്ദ്രദാസ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാറേ, എങ്ങനെയാണ് ഈ വകുപ്പിലേക്ക് എത്തിച്ചേർന്നത്? പോരാട്ടവും എഴുത്തുകളൊക്കെ സർവീസിലിരിക്കുമ്പോൾ ഞാൻ റവന്യൂ സർവീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. റവന്യൂ സർവീസിലിരിക്കുമ്പോൾ തന്നെ സർക്കാർ മേഖലയിൽ 30% ജീവനക്കാര് കമ്പാഷണേറ്റ് എംപ്ലോയ്മെന്റ് സ്കീമിൽ കയറിയവരാണ്. ഇവരൊക്കെ തന്നെ അച്ഛൻ മരിച്ച് മക്കളിൽ ആരെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുന്ന അവസരത്തിൽ അച്ഛൻ എപ്രകാരമാണോ കുടുംബം നോക്കിയിരുന്നത് അതുപോലെ നോക്കാമെന്നുള്ളൊരു എഗ്രിമെന്റിലാണ് ജോലിക്ക് കയറുന്നെങ്കിലും ഇവർ പലപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞ് അവര് ഭാര്യാസമേതയായിട്ട് അല്ലെങ്കിൽ ഭർത്തൃസമേതനായിട്ട് അവർ ദൂരേക്ക് മാറി താമസിക്കുകയും അവശേഷിക്കുന്ന അമ്മയെ അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളെ സംരക്ഷിക്കാതെ വരികയും ചെയ്യുന്നു. അത്തരത്തിലൊരു അമ്മയുടെ രോദനം എൻ്റെ കാതുകളിൽ വന്ന് മുഴങ്ങിയതിന്റെ പേരിലാണ് അതിനൊരു മാറ്റം വരുത്തണം. അച്യുതമേനോന്റെ ഭരണകാലയളവിൽ തുടങ്ങിയതാണ് സമാശ്വാസ തൊഴിൽദാന പദ്ധതി. ഏതാണ്ട് 50 വർഷമായിട്ടും നടന്നു പോകുന്നിരുന്ന വ്യവസ്ഥകൾക്ക് യാതൊരു മാറ്റമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരണം. ഇനിയെങ്കിലും ജോലി കിട്ടുന്ന മക്കൾ, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മരണത്തെ തുടർന്ന് ജോലി കിട്ടുന്ന മക്കൾ മറ്റ് ആശ്രിതരെ സംരക്ഷിക്കണം. അതിനൊരു വ്യവസ്ഥ കൊണ്ടുവരണം. അതിനൊരു ബോണ്ട് വെക്കുന്നതിലേക്ക് ഞാനൊരു പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് അയക്കുന്നു. ആ പ്രപ്പോസൽ അതുവരെ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതിരുന്ന ഗവൺമെന്റ് ബോധ്യപ്പെട്ടിട്ട് സർക്കാർ ഉത്തരവായിട്ട് മാറ്റുകയും മാതൃപിതൃ സംരക്ഷണ സമ്മതം വെക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് ആശ്രിത നിയമന വ്യവസ്ഥയിൽ ജോലി കൊടുത്താൽ മതിയാകും എന്ന് വന്നു. തുടർന്ന് അതും കൊണ്ടും പോരാതെ വന്നപ്പോൾ ഈ മക്കളുടെ ഇങ്ങനെ അച്ഛനമ്മമാരെ നോക്കാത്ത മക്കളുടെ ശമ്പളത്തിന്റെ 25% പിടിച്ചെടുത്ത് സർക്കാർ DDO തന്നെ പിടിച്ചെടുത്ത് ആക്ഷേപം ഉന്നയിക്കുന്ന അച്ഛനമ്മമാർക്ക് കൊടുക്കണമെന്ന വ്യവസ്ഥ ഞാൻ പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് അയച്ചു. ദീർഘകാലത്തെ 5 വർഷത്തെ എൻ്റെ പോരാട്ടം കൊണ്ടാണ് ആ ഒരു വ്യവസ്ഥ ക്യാബിനറ്റ് കൂടി രണ്ടാം പിണറായി സർക്കാർ ഉത്തരവാക്കിയത്. ഇന്ന് ആയിരക്കണക്കിന് അച്ഛനമ്മമാർക്ക് അതുകൊണ്ട് പറയാനുണ്ടായി. മറ്റു പല വയോജന സംഘടനകളും വയോജന കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജെറിയാട്രിക് വകുപ്പ് എന്ന ഒരു പദം തന്നെ സർക്കാരിന്റെ മുന്നിലേക്ക് പല ആവർത്തി ഞാൻ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയ കത്തുകൾ അവര് സാമൂഹ്യ നീതി വകുപ്പിന് അയക്കുകയും ഇന്നത്തെ സാമൂഹ്യ നീതി വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ അത് ഫയൽ പിടിക്കുകയും അതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ വയോജന വകുപ്പ് സാധ്യമായത്. ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുതിർന്നവർക്കായി നടത്തുന്ന ഒരു സംഘടനയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് U3A. ഇതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോർഡിനേറ്റർ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ U3A ഈ ചന്ദ്രദാസ് സാറിന്റെ ടോക്കിംഗ് പാർലർ എന്ന ആശയം ഏറ്റെടുക്കുകയും അതിന് പ്രചാരം കൊടുത്തുകൊണ്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയുമാണ്. ഇപ്പൊ ഈ അംഗനവാടികളിലൊക്കെ സൺഡേ ഒരു ഇതുണ്ടല്ലോ, ടോക്കിംഗ് പാർലർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്? അതെ. അതായത് പ്രധാനമായിട്ടും രണ്ടാം ബാല്യമാണ് വാർദ്ധക്യം. അപ്പൊ രണ്ടാം ബാല്യമായ വാർദ്ധക്യത്തിന് ഒരുമിച്ച് കൂടാൻ ഒരു വേദി ഒരുക്കേണ്ടത് അങ്കണവാടികൾ തന്നെയാണ്. ഒന്നാം ബാല്യക്കാര് 3 മണിയോടെ അങ്കണവാടികളിൽ നിന്ന് മാറിക്കുമ്പോൾ രണ്ടാം ബാല്യക്കാരായ ആളുകൾ അവിടേക്ക് വരികയും വാർദ്ധക്യത്തുള്ളവർ അവിടെ വരികയും ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് സമയമെങ്കിലും ഒന്ന് സല്ലപിക്കാനും മിണ്ടാനും സാധിക്കും. ആ ഒരു സമയം തീർച്ചയായും ഒരു തലമുറകളുടെ സംഗമമാണ് അവിടെ സംജാതമാവുന്നത്. തലമുറകളുടെ സംഗമമാണ്. അപ്പം ആ പുതിയ തലമുറയിലേക്ക് പഴയ തലമുറയുടെ സംസ്കാരവും നല്ല കാര്യങ്ങളും പകർന്നു കൊടുക്കാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് അങ്കണവാടികൾ തീർച്ചയായും വയോജന വകുപ്പ് നിലവിൽ വന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിയുമ്പോൾ അങ്കണവാടികൾ ഈ ടോക്കിംഗ് പാർലറിനായിട്ട് വയോജന സംഗമത്തിനായിട്ട് വിട്ടുകൊടുക്കണം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വാർഡിലുള്ള വയോജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും അവരെ സംരക്ഷിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചതിൽ ഞാൻ ബഹുമാനപ്പെട്ട സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ പല സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ
പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വയോജനങ്ങളുടെ ഓർമ്മശക്തികൾ പുതുക്കുവാനും സംസാര ശേഷി വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഫലമായി ജീവിതശൈലി നമുക്ക് ശക്തിപ്പെടുത്തുവാനും ഒക്കെ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.